എല്ലാവർക്കും പുതിയ ഒരു യൂട്യൂബ് ടോക്കിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു ടോക്കിൽ ഞാൻ പറയുന്നത് ടൈഗർ T8 4 എന്ന റിസീവറിൻ്റെ അൺബോക്സിങ്ങും അതിനെപ്പറ്റിയുള്ള ഫുൾ റിവ്യൂവും ഞാൻ ഉൾപ്പെടുത്തുന്നുണ്ട്. കാരണം ഞാൻ 2 ദിവസം പൂർണ്ണമായിട്ടും ഇതിനു മുന്നിലിരുന്ന് ഇതിൻ്റെ ഓരോ ഫീച്ചേഴ്സ് നോക്കിയിട്ടാണ് കൃത്യമായിട്ട് പറയുന്നത്. ഇതിനു മുമ്പ് ഞാൻ യൂട്യൂബ് ചെയ്യുന്നത് ഇപ്പോൾ 1 മാസം മുന്നെയാണ്. കാരണം ഇതിനു മുമ്പ് AliExpress ഓപ്പണുള്ള സമയത്ത് ചൈനയിൽ ലഭ്യമായ ഒട്ടുമിക്ക റിസീവേഴ്സും ഞാൻ വാങ്ങി പഠിച്ചിരുന്നു. കാരണം കുറച്ചു കാലം ഉപയോഗിച്ചിട്ട് അത് ചെറിയ റേറ്റിന് വിൽക്കുകയാണ് ചെയ്തിരുന്നത്. പഠിക്കാൻ വേണ്ടി മാത്രമായിരുന്നു വാങ്ങിയത്, ഒരു രസം, ഒരു ഹോബി. അപ്പോൾ ആ സമയത്തൊന്നും ഞാൻ യൂട്യൂബ് തുടങ്ങാത്തത് കൊണ്ട് എനിക്ക് അതിൻ്റെ പ്ലസും മൈനസൊന്നും പറയാൻ കൃത്യമായിട്ട് പറ്റിയിട്ടില്ല. എന്നെങ്കിലും ഞാൻ വാട്സപ്പ് ഫോറങ്ങളിലൂടെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെക്കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല, കാരണം ഇത് പെർമനൻ്റായിട്ട് അവിടെ നിലനിൽക്കുന്നതാണ്. അപ്പോൾ പറയാൻ വേണ്ടിയിട്ട് മാത്രമല്ല, യൂട്യൂബ് ചെയ്യുക എന്ന ഉദ്ദേശത്തോടു കൂടിയല്ല. അങ്ങനെയാണെങ്കിൽ ഞാൻ പണ്ട് തന്നെ ഇത് തുടങ്ങുമായിരുന്നു. പക്ഷേ എങ്കിലും ടൈഗർ എന്നത് എനിക്ക് അവിടെ നിന്ന് വാങ്ങുവാൻ പറ്റിയില്ല. അങ്ങനെ ടൈഗർ എന്ന T8 4 ഞാൻ കോഴിക്കോട് കൊണ്ടോട്ടിയുള്ള കബീർക്കയുടെ കയ്യിൽ നിന്ന് വാങ്ങി. ഇനി ആർക്കും ഇത് ബോക്സുകൾ വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. ഈ ബോക്സിനെ പറ്റി പറയുമ്പോൾ ഈ ബോക്സിൻ്റെ പ്രത്യേകത, ടൈഗർ എന്ന ബ്രാൻഡിനെ പറ്റി നമ്മൾ ആദ്യം പഠിക്കേണ്ടി വരും. എന്ന് മാത്രമല്ല, ടൈഗറിൻ്റെ T8 ബ്രാൻഡിൽപ്പെട്ട അവസാനത്തെ ബോക്സാണിത്. ഇനി ഇതേ ബോക്സ് തന്നെയാണ് അവർ റീനെയിം ചെയ്തിട്ട് ടൈഗർ T10 4 എന്ന രീതിയിലാണ് ഇവർ ഇറക്കുന്നത്. ഇനി കൂടുതൽ അതാണ് വരാൻ പോകുന്നത്. അപ്പോൾ പാകിസ്ഥാനിലൊക്കെ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന, മധ്യേഷ്യയിൽ, പാകിസ്ഥാനിൽ, മിഡിൽ ഈസ്റ്റിൽ, ആഫ്രിക്കയിൽ വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന, കാരണം അവിടെ പാശ്ചാത്യ ലോകത്താണ്, പാശ്ചാത്യ സാറ്റലൈറ്റുകളാണ്, അല്ല പാശ്ചാത്യ ഉപഗ്രഹങ്ങളാണ് കൂടുതൽ അവർക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുക. അതായത് നമ്മളിവിടെ ട്രാക്ക് ചെയ്യുന്ന പോലെ അവർക്ക് വളരെ ഈസി ആയിട്ട് പാശ്ചാത്യ രാജ്യങ്ങളിലെ ഉപഗ്രഹങ്ങൾ ട്രാക്ക് ചെയ്ത് അവരുടെ പ്രോഗ്രാമുകൾ ആസ്വദിക്കണമെങ്കിൽ ഈ ഒരു 4 എന്നുള്ള സെർവർ കിട്ടിയേ തീരൂ. യൂറോപ്പിലെ ഏറ്റവും പ്രിയപ്പെട്ട സെർവറാണ് 4. ഈ 4 ഇതിൻ്റെ പേര് തന്നെ അതന്നെ, ടൈഗർ T8 4. അപ്പോൾ അറിയാം, നമ്മളെക്കാൾ ഒരുപാട് ഉപഗ്രഹങ്ങൾ അല്ലെ സിഗ്നലുകൾ കിട്ടുന്ന പാകിസ്ഥാനിലും അഫ്ഗാനിസ്ഥാൻ, അതുപോലെ ഇറാൻ, അതുപോലെ പാലസ്തീൻ, ഇസ്രായേൽ, ഗൾഫ് കൺട്രീസ്, ആഫ്രിക്ക, ഈസ്റ്റ് ആഫ്രിക്ക, യൂറോപ്പിൻ്റെ പല ഭാഗങ്ങളിലും വ്യാപകമായിട്ട് ഉപയോഗിക്കുന്നത് 4 സെർവറുള്ള ബോക്സുകളാണ്. ഇത് എൻ്റെ കയ്യിൽ കിട്ടിയ ഈ ബോക്സിൻ്റെ വലുപ്പം നിങ്ങൾ നോക്കുക. കേവലം 10, ഒരു സ്കെയിലിൻ്റെ നമ്മൾ ഉപയോഗിക്കുന്ന 6 ഇഞ്ച് പോലും വലുപ്പമില്ല. ഒരു 4 ഇഞ്ച് 5 ഇഞ്ച് നീളവും വീതിയും മാത്രമേ ഉള്ളൂ. സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്ററൊക്കെയാണ് എൻ്റെ വീതി. വെറും കയ്യിൽ കിട്ടുന്ന, നമ്മൾ ഈ വ്യത്യാസം ഞാൻ ആ പിക്ചർ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ബോധ്യമാവും. വളരെ ചെറിയ ഒരു ബോക്സാണിത്, കുഞ്ഞൻ ബോക്സ് എന്ന് പറയാം. ഈ കുഞ്ഞൻ ബോക്സിൻ്റെ പ്രത്യേകത, അലി ചിപ്സെറ്റാണ് ഉപയോഗിക്കുന്നത്. അലി ചിപ്സെറ്റ് ആയതുകൊണ്ട് വളരെ നല്ല പിക്ചർ ക്വാളിറ്റി ഇതിനുണ്ടായിരിക്കും, വളരെ നല്ല ശബ്ദമികവ് ഉണ്ടായിരിക്കും. ഇത് മാത്രമല്ല, സെൻസിറ്റിവിറ്റി എന്ന് പറയുന്ന സാധനം കുറവോ കൂടുതലോ നമുക്ക് ഒരു റിസീവറിലും വെച്ച് പറയാൻ പറ്റില്ല. പക്ഷേ അതായത് സെൻസിറ്റിവിറ്റിയെ പറ്റി ഒരു വാക്ക് ഞാൻ പറയാം, ഏതായാലും ഈ ഒരു കഴിയട്ടെ. ഇവിടെ കാണുന്നത് ഇതിൻ്റെ സിഗ്നൽ ലെവലാണ്. നമുക്ക് ഇങ്ങനെ ഇത് സിഗ്നൽ നോക്കാം. നല്ലൊരു ഗുണമാണ്. വലിയൊരു ടി വിയിൽ, ഇത് 43-ൻ്റെ ടി വിയിൽ ഞാൻ സിഗ്നൽ മീറ്റർ ഫൈൻഡർ എടുത്ത് വെച്ചതാണ്. ഇത് വെച്ച് വളരെ ഈസി, മീറ്ററില്ലാതെ എല്ലാവർക്കും ട്രാക്ക് ചെയ്യാം. കാരണം ഇത് നമ്മൾക്ക് ടി വിയിൽ തുറന്ന് വെച്ച് ഒരു ഫോൺ അവിടെ വെച്ചിട്ട് വാട്സപ്പ് വീഡിയോ കോൾ വഴി വേറൊരു ഫോണിലേക്ക് ആക്കി ആ ഫോൺ എടുത്ത് കൊണ്ടുപോയാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് സിഗ്നൽ ട്രാക്ക് ചെയ്യാമെന്നുള്ളതാണ്. ഫൈൻഡർ ഇതിൽ തന്നെ ഉണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബോധ്യമാകും. വളരെ എളുപ്പത്തിൽ നമുക്ക് ട്രാക്കിങ് എളുപ്പമാക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ ഇത് ഉപയോഗിച്ചാൽ നമ്മൾ തീർച്ചയായിട്ടും ഇതൊന്നും വാങ്ങേണ്ടി വരില്ല. പിന്നെ ഇതിൻ്റെ ബോക്സ് ഒന്ന് തുറന്നു വെച്ചാൽ ആദ്യം നമ്മൾ മെനുവിൽ കാണുക IPTV. അപ്പോൾ ഓൾ ആപ്സിൽ പോയാൽ നമുക്കെല്ലാം കിട്ടും. യൂട്യൂബ്, മൂവീസ് വേണം, മൂവീസ്, കിഡ് പ്രോഗ്രാം, IP അധിഷ്ഠിത പ്രോഗ്രാമുകളാണ്. ഇൻ്റർനെറ്റിൻ്റെ അധിഷ്ഠിതമായ പ്രോഗ്രാമുകൾ നമുക്ക് കാണാം. വെറും 4 എണ്ണം മാത്രം മെനുവിൽ. STB, നെറ്റ്വർക്ക്, മീഡിയ, സെറ്റിങ്സ്. നെറ്റ്വർക്കിൽ പോയാലാണ് ഇത് കാണുക. അപ്പോൾ മെനു തന്നെ ഓപ്പൺ ആയാൽ ഈ രീതിയിലാണ് വരിക. അപ്പോൾ ഇതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ ഇത്രയാണ് കാണുക: ഇൻസ്റ്റാളേഷൻ, ചാനൽ മാനേജർ, സിസ്റ്റം സെറ്റിംഗ്, എക്സ്പാൻഷൻ എന്ന് കാണും. പിന്നെ നമ്മൾ ചാനൽ മാനേജറിൽ പോയാൽ നമുക്ക് സാധാരണ എല്ലാ റിസീവറിലും കാണുന്ന പോലെ വലിയ കോംപ്ലിക്കേഷൻ ഒന്നും ഇതിനില്ല. എഡിറ്റ്, മൂവ്, സോർട്ട്, ഡിലീറ്റ്, അതുപോലെ പേര് മാറ്റാൻ, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് ഈ സെറ്റപ്പിൽ വെച്ച് ചെയ്യാൻ പറ്റും. ഇതിലുപയോഗിക്കുന്ന ചിപ്സെറ്റ് അലിയുടെ 3510C ആണ്. അലിയുടെ 35 സീരീസിലുള്ള ബോക്സുകളൊക്കെ നമുക്കിവിടെ ലോ കോസ്റ്റിൽ കിട്ടുന്നുണ്ട്.
എന്ന് മാത്രമല്ല ഇതിൻ്റെ ഓഡിയോ സെറ്റപ്പ് ഇവിടെ ചെയ്ത് നോക്കുക. PCM എന്നാണ് ചെയ്തത്. PCM അനലോഗാണ്. അപ്പോൾ ഡിജിറ്റൽ ഓഡിയോ വേണമെങ്കിൽ തീർച്ചയായിട്ടും AC3 എന്നുള്ള ഓപ്ഷൻ അതിലുണ്ട്. അപ്പം AC3+ അടക്കം ഇതിൽ സപ്പോർട്ട് ചെയ്യും. പേര് AC3 എന്നേ പറയുന്നുള്ളൂ. അപ്പോൾ AC3+ അടക്കം ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ നോക്കിയതാണ്. അപ്പോൾ അതിനൊന്നും വലിയ പ്രശ്നമില്ല. അപ്പോൾ ഈ റിസീവർ ഉപയോഗിക്കുമ്പോൾ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈ അലി ചിപ്സെറ്റിന് നല്ല പിക്ചർ ക്ലാരിറ്റി ഉണ്ടാവും. സെൻസിറ്റിവിറ്റി പൊടി കുറവ്, അത്രേ പറയാൻ പറ്റും. നമുക്ക് വല്ലാതെ കുറവ് എന്നൊന്നും പറയാൻ കഴിയില്ല. അപ്പോൾ ഇതിലെ 4-hour സെർവറിൻ്റെ പ്രത്യേകത നോക്കുക. 4-hour SE.136 എന്ന വെർഷനാണ്. ജൂലൈ 11 ഓപ്പൺ ആക്കിയത്. 2022 സെപ്റ്റംബർ 11 വരെ ഇതിൽ 4-hour ഉണ്ട്. അപ്പോൾ ഈ ഒരു വർഷത്തേക്ക് അല്ലെങ്കിൽ 15 മാസത്തിലേക്ക് നമുക്കിത് സൗജന്യമായിട്ട് 4-hour സെർവർ വഴി യൂറോപ്യൻ സാറ്റലൈറ്റുകൾ അല്ലെങ്കിൽ യൂറോപ്യൻ ഉപഗ്രഹത്തിലെ പ്രോഗ്രാമുകൾ നമ്മൾ സൗജന്യമായിട്ട് HD ആയാലും SD ആയാലും ആസ്വദിക്കാം. 4-hour കൊണ്ട് നമുക്ക് ഏഷ്യൻ കൺട്രീസിൽ വലിയ പ്രയോജനമില്ല. യൂറോപ്യൻ കണ്ടൻറ്റിലാണ് 4-hour കൊണ്ട് പ്രയോജനം. ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ 4-hour സെർവർ ഉണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. 4-hour സെർവറിന് മാത്രം പുതുക്കാൻ 1800 രൂപ വരും. നമ്മൾ ഇവിടുത്തെ കണ്ടീഷനിൽ നമുക്ക് 4-hour കൊണ്ട് കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ കാര്യമില്ല. അതിനേക്കാൾ നല്ല കാര്യമില്ല. യൂറോപ്യൻ കണ്ടൻറ്റുകൾ കാണണമെങ്കിൽ, സൗജന്യമായിട്ട് കാണണമെങ്കിൽ നമുക്ക് ഈ 4-hour എന്ന സെർവർ ഉപയോഗിച്ച് കാണാവുന്നതാണ്. 4-hourൻ്റെ പേര് തന്നെ ടൈഗർ T8 4-hour. ഇനി വരുന്ന ബോക്സ് ടൈഗർ T10 4-hour അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ 4-hour എക്സ്പയർ ചെയ്യുന്ന ഡേറ്റ് നമ്മൾ നോക്കി. അപ്പം നമ്മളിത് 4-hour വാങ്ങുന്നെങ്കിൽ തീർച്ചയായിട്ടും ആ 4-hour പൂർണ്ണമായിട്ട് ഉപയോഗപ്പെടുത്തിയാൽ മാത്രമേ നമുക്കതിൻ്റെ ക്യാഷ് മുതലാവുകയുള്ളൂ. അപ്പോൾ ഈ 4-hour തീർച്ചയായിട്ടും വാങ്ങിയാൽ നമ്മൾ പരമാവധി 4-hourലുള്ള പ്രോഗ്രാംസുകൾ കാണണം എന്ന് തന്നെയാണ് എനിക്കിവിടെ പറയാനുള്ളത്. എന്ന് മാത്രമല്ല 4-hourലുള്ള ബ്രാൻഡുകൾ ഒരുപാട് ഇവിടെ ലഭ്യമാണ്. സ്റ്റാർ സാറ്റിൻ്റെ ആയാലും സ്റ്റാർ ട്രാക്ക് ആയാലും മീഡിയ സ്റ്റാർ ആയാലും ഒക്കെ 4-hour സെർവറുകൾ അവർ പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതാണ്. ആദ്യം നമ്മൾ വാങ്ങിയ ഉടനെ, കമ്പനിയിൽ നിന്ന് വാങ്ങിയത് ഉടനെ USB വഴി സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യുക. അപ്ഡേറ്റ് ചെയ്തതിൻ്റെ വെർഷൻ കാണും, നമുക്ക് ഡേറ്റ് അടക്കം കാണും. May 23, 2021. അപ്പോൾ അത്ര 8000 ചാനൽ വരെ ഇതിലാവും. TPകൾ 4000 TP വരെയാവും. അപ്പോൾ സാറ്റലൈറ്റ് എത്ര 100 എണ്ണത്തിൽ എത്ര എണ്ണം യൂസ് ചെയ്തു, 100 സാറ്റലൈറ്റ് വരെ യൂസ് ചെയ്യാൻ പറ്റും. അതൊക്കെ ഇതിൽ സോഫ്റ്റ്വെയറിൽ നമുക്ക് കാണിക്കും. നമ്മൾ എത്ര യൂസ് ചെയ്തത്, എന്തൊക്കെയുള്ളത് എല്ലാം സോഫ്റ്റ്വെയറിൽ നമുക്കിതിൽ സെറ്റിങ്സിൽ STBയിൽ കാണാൻ പറ്റും. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം ഫാക്ടറി ഡീഫോൾട്ട് ആക്കിയതിന് ശേഷം മാത്രമേ അപ്ഡേഷൻ, നെറ്റ്വർക്ക് വഴി അപ്ഡേഷൻ കൊടുത്തതിന് ശേഷം മാത്രമേ സെർവേഴ്സും മറ്റെല്ലാം ആക്റ്റീവ് ആക്കാവൂ. നോക്കുക, ആ ബോക്സ് നോക്കുക, അതിൻ്റെ കവറിൻ്റെ എത്ര മാത്രമേ ഉള്ളൂ എന്ന്. കേവലം 10 സെൻറ്റിമീറ്ററിൽ താഴെ വീതിയും ഒരു 5 സെൻറ്റിമീറ്ററിൻ്റെ അത്ര നീളവും ഒക്കെയുള്ള ഒരു ബോക്സാണ്. വളരെ കുഞ്ഞൻ ബോക്സാണ്. നമ്മൾ കയ്യിൽ മടക്കി പിടിക്കാം. 2 റിമോട്ട്സ് ഇതിൻ്റെ കൂടെയുണ്ട്, ഒരു വൈഫൈ സ്റ്റിക്ക്, പിന്നെ സെൻസറുണ്ട്, HDMI കേബിളുണ്ട്. ഈ 4 എണ്ണമാണ് ഇതിൻ്റെ കൂടെ. 2 റിമോട്ടുകൾ, ഒരു HDMI കേബിൾ, സെൻസർ, IR സെൻസർ മാത്രമാണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ സെൻസർ നമുക്ക് എവിടെയെങ്കിലും ചുമരിലോ എവിടെയെങ്കിലും ഒട്ടിച്ചാൽ, ഇത് ചാർജിങ് കേബിൾസാണ്. ചാർജിങ് അല്ല, നമ്മളെ കേബിളാണ്, കണക്റ്റിംഗ് കേബിളാണ്, പവർ സപ്ലൈ. കണ്ടോ, വളരെ ചെറിയ. അപ്പോൾ നമ്മൾ ആലോചിച്ച് നോക്കിയാൽ ഈ ചാർജറിൻ്റെ എത്ര വലിപ്പം, ഡബിൾ പോലും ഇല്ല എന്നുള്ളതാണ്. വളരെ കുഞ്ഞൻ ബോക്സുകളാണ്. ഇതാ ചാർജർ നോക്കി, അത് ചാർജറിൻ്റെ ആ വീതി മാത്രമേ അതിനുള്ളൂ. അപ്പോൾ എത്രമാത്രം കയ്യിൽ നമുക്ക് മടക്കി പിടിച്ച് എറിഞ്ഞു കളിക്കാം. അത്രയും ചെറിയ കുഞ്ഞൻ ബോക്സാണ്. സ്റ്റാർ സാറ്റിൻ്റെ കുഞ്ഞൻ ബോക്സുകൾ 40, 70, 40, 90-നേക്കാൾ വളരെ സൈസ് കുറവാണ് ടൈഗറിൻ്റെ ബോക്സുകൾക്ക്. നോക്കുക, അത് നമ്മൾ അൺബോക്സിങ് ചെയ്യുന്നതിന് മുമ്പ്, അൺബോക്സിങ് എന്ന് പറഞ്ഞാൽ അത് തന്നെയാണ്. എന്നിട്ട് ഫേംവെയർ ഞാൻ അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഇത് ഓൺലൈൻ അപ്ഡേറ്റ് ചെയ്യുകയാണ്. ആദ്യം USB വഴി അപ്ഡേറ്റ് ചെയ്തതിന് ശേഷം, ഫാക്ടറി ഡിഫോൾട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഓൺലൈൻ വഴി, പിന്നീട് എല്ലാ ഫേംവെയറും നമുക്കിതിൽ ഓൺലൈൻ വഴി അപ്ഡേറ്റ് ചെയ്യാം. അപ്പോൾ ഒരു ഓൺലൈൻ വഴി അപ്ഡേറ്റ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. മറ്റു റിസീവറുകളെ അപേക്ഷിച്ച് ഒരു 3 മിനിറ്റ് 4 മിനിറ്റെങ്കിലും എടുക്കും. 3 മിനിറ്റ് എങ്ങനെയാലും എടുക്കും. അപ്പം ആ ഒരു അപ്ഡേഷൻ ചെയ്ത ഉടനെ ഇങ്ങനെ ഒരു ടൈഗറിൻ്റെ ചിത്രം കാണും, വെൽക്കം മെനു കാണും. അപ്പോൾ അതൊക്കെ ചെയ്തു. ഇതിൻ്റെ ഫീച്ചേഴ്സിലേക്ക് നമുക്ക് തീർച്ചയായിട്ടും പോകേണ്ടതുണ്ട്. അപ്പോൾ ചാനലുകളുടെ തീർച്ചയായിട്ടും നമുക്ക് നോക്കേണ്ടതുണ്ട്. അപ്പം കേട്ടോ, ഇത് ഓട്ടോ ബിസ്സാണ്. ഓട്ടോ ബിസ് ഫെസിലിറ്റി ഇതിലുണ്ട്. ഒരു സ്പോർട്സ് ഫീഡ്, IMGയിൽ വന്ന സ്പോർട്സ് ഫീഡ് ഓട്ടോ ബിസ്സായിട്ട് ഓപ്പൺ ചെയ്യുകയാണ്. ഇതൊരു ഓട്ടോ ബിസ്സായിട്ട് ഓപ്പൺ ചെയ്യണം. വളരെ ഫാസ്റ്റാണ് ഓട്ടോ ബിസ് സംവിധാനം. ഓട്ടോ ബിസ് സംവിധാനം പറഞ്ഞാൽ നമ്മൾ നെറ്റിൻ്റെ സഹായത്താൽ ആദ്യം തന്നെ നെറ്റ് നമ്മൾ കണക്ട് ചെയ്യുമല്ലോ, മൊബൈലിൽ നെറ്റുകൾ കണക്ട് ചെയ്ത ഉടനെ നമുക്ക് ഓട്ടോ ബിസ് എന്ന ഫീച്ചേഴ്സ് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഈ ഒരു പ്രസൻറ്റേഷൻ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. കണ്ടോ, ഇതൊക്കെ ഓട്ടോ ബിസ്സാണ്.
ഓട്ടോ ബിസ് വഴി ഫീഡ് ചാനലുകൾ ഓപ്പൺ ആക്കുന്നതാണ്. അതായത് ബിസിൻ്റെ ഒരു ഫംഗ്ഷൻ നമ്മൾ എങ്ങനെ ചെയ്യുന്നു, ഇത് ഓട്ടോ ബിസ് എങ്ങനെ ചെയ്യുന്നു എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ചെയ്തത്. ബിസ്സായിട്ട് വരുന്ന ബിസിൻ്റെ കാണിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓട്ടോ ബിസ്സായി. ഓട്ടോ പവർ വ്യൂ അപ്ഡേഷൻ ഉണ്ട്. പിന്നെ പവർ വ്യൂവിനെ കൊണ്ട് നമുക്ക് വലിയ കാര്യമൊന്നുമില്ല, ഇപ്പോൾ കാര്യമായിട്ട് പവർ വ്യൂ ഒന്നുമില്ല. എങ്കിലും പിക്ചർ ക്ലാരിറ്റി എടുത്ത് പറയത്തക്ക തന്നെയാണ്. ഏറ്റവും നല്ല പിക്ചർ ക്ലാരിറ്റിയാണ് ഇതിനുള്ളത്. KU ബാൻഡിലാണെങ്കിൽ ഇതിൽ നമുക്ക് ട്യൂൺ ചെയ്യുമ്പോൾ അധിക ചാനൽ കിട്ടും. അതായത് സെൻസിറ്റീവ് മറ്റ് ചിപ്സെറ്റുകൾ മൊണ്ടേജുവിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ചാനൽസ് അധികം കയറും. പക്ഷേ അധികം കയറുന്നത് ട്യൂണിങ് കപ്പാസിറ്റി കൂടിയത് കൊണ്ടല്ല, അതിൽ ട്യൂണറിൻ്റെ ഇത് കൊണ്ടാണ്. പലതും മറ്റേത് മിസ് ചെയ്യുമ്പോൾ 1-2 TPകൾ ആ ഒരു പ്രശ്നമുണ്ട്. ഒരു TPയുടെ പ്രശ്നമുണ്ട്. ഒരു TP സ്കിപ്പ് ചെയ്യും ചിലപ്പോൾ മറ്റു ബോക്സുകൾ. അപ്പോൾ അത് മറ്റു ബോക്സുകളിൽ മാനുവലായിട്ട് അടിച്ചു കൊടുക്കാവുന്നതേ ഉള്ളൂ നമുക്ക്. അപ്പോൾ അങ്ങനെ നമുക്ക് ആ പ്രശ്നം പരിഹരിക്കാം. സെൻസിറ്റിവിറ്റി എന്നുള്ള വിഷയത്തെപ്പറ്റി വളരെ ഒരു ചെറിയ മിനിറ്റ് കൊണ്ട് ഇതിൽ സംസാരിക്കാം. നമ്മൾ സെൻസിറ്റിവിറ്റി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ വേറെ ബോക്സ് മാറ്റിയാൽ വലിയ സെൻസിറ്റിവിറ്റി ഒന്നും ഉണ്ടാവില്ല. അതായത് ഫ്രീസ് ഒരു ചാനൽ ഇങ്ങനെ വെട്ടിക്കളിക്കുന്നെങ്കിൽ അവിടെ ഒരു സെൻസിറ്റിവിറ്റി ഉള്ള ബോക്സ് വെച്ചാൽ ആ വെട്ടിക്കളിക്കൽ ഒഴിവാകും. അത്രയേ ഉള്ളൂ. അല്ലാതെ സിഗ്നൽ വല്ലാതെ കൂടുകയോ വല്ലാതെ പിടിച്ചെടുക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല സെൻസിറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. അത് ദയവായിട്ട് എല്ലാവരും മനസ്സിലാക്കുക. സെൻസിറ്റിവിറ്റി എന്ന് പറയുന്നത് അതാണ്. അതായത് ഒരേ സാറ്റലൈറ്റ് വെച്ചാൽ നമുക്ക് കിട്ടുന്ന ചാനലൊക്കെ സെയിം തന്നെ ആയിരിക്കും. നോക്കറ ഇതൊക്കെ കണക്ട് ചെയ്തതിന് ശേഷം ഇതിൻ്റെ പിക്ചർ നോക്കുക. എത്ര ചെറുതാണ്. ഒരു വൈഫൈയുടെ എത്ര മാത്രം വലിപ്പമുള്ളത്. ഇതിൽ മൊത്തം കണക്ട് ചെയ്തു. വൈഫൈ സ്റ്റിക്ക് കണക്ട് ചെയ്തു, IR കണക്ട് ചെയ്തു. അതിനുശേഷം എടുത്ത ഒരു വീഡിയോ ആണ് ഇത്. നമ്മുടെ HDMI കേബിൾ വഴിയാണ് ഓഡിയോ വീഡിയോ ഒന്നിച്ച് പോകുന്നത്. അതുകൂടാതെ AV വഴി കൊടുക്കണമെങ്കിൽ കൊടുക്കാം. AV ഔട്ട് വഴി കൊടുക്കണമെങ്കിൽ സെപ്പറേറ്റ് വീഡിയോ വേണമെങ്കിൽ കൊടുക്കാം. അല്ല HDMI വഴി നമുക്ക് കൊണ്ടുപോകുന്നെങ്കിൽ HDMI വഴി ഇതിലെ വീഡിയോകൾ പ്ലേ ഔട്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ പ്ലേ ചെയ്യാവുന്നതാണ്. ഇതൊക്കെ ഇതിൻ്റെ കൂടെ കിട്ടുന്നു. 2 റിമോട്ടുകളുണ്ട്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞു. 4 ഓട്ടോ ബിസ്, ഓട്ടോ പവർ വ്യൂ. പിന്നെ വളരെ കുഞ്ഞൻ റിസീവറാണ്, കുഞ്ഞു മോഡലാണ്. എവിടെയും നമുക്ക് വെക്കാം എന്നുള്ളതാണ് സൗകര്യപ്രദം. അതായത് മിനി ബോക്സുകളിൽപ്പെട്ട ഒരു ബോക്സ് തന്നെയാണ് ടൈഗർ T8 4 ഈ മോഡലുകളോടുകൂടി ടൈഗർ T8 അവർ മതിയാക്കുകയാണ്. ടൈഗർ T10 ഇതേ ഫീച്ചേഴ്സോടും ഇതേ പ്രത്യേകതകൾ മാത്രമാണ് അതിനുണ്ടാവുക. ഇതേ ചിത്രം തന്നെ ആയിരിക്കും, പേരിൻ്റെ മോഡൽ മാത്രം മാറ്റുന്നു എന്ന് മാത്രം. 4 തന്നെ, ബാക്കിയെല്ലാം ഇതുപോലെ തന്നെയാണ്. അപ്ഡേഷൻ എല്ലാം ഓൺലൈൻ തന്നെയാണ് ഇറങ്ങുന്നത്. അപ്പോൾ വേറെ പ്രത്യേകത ഇതിന് പറയാൻ, സെൻസിറ്റിവിറ്റിയുടെ കാര്യം നമ്മൾ പറഞ്ഞു. നമ്മൾ ആദ്യമായിട്ട് നോക്കുന്നത് സെൻസിറ്റിവിറ്റിയുടെ കാര്യമാണ്. മറ്റെല്ലാ ഫീച്ചേഴ്സുകളും ഇതുണ്ട്. വിലയും താരതമ്യേന വലിയ വിലയൊന്നുമില്ല. 4 സെർവർ അടക്കം തരുമ്പം അതിനൊരു വില എന്തായാലും നമ്മൾ കാണേണ്ടതുണ്ട്. എന്നാലും മറ്റ് റിസീവറുകളെ അപേക്ഷിച്ച് ആ ഒരു 4 വില മാത്രമേ അതിനധികം വരുന്നുള്ളൂ. സാധാരണ നോർമൽ ഒരു റിസീവറിന് 2000 രൂപ കുറച്ച് അല്പം ക്വാളിറ്റി ഉള്ളത് വേണം. ഇത് ഹെല്ലാസിലെ ചാനലുകൾ ഞാൻ ട്യൂൺ ചെയ്തതാണ്. നോക്കുക, ടൈം അടക്കം നോക്കുക. ഏകദേശം 8 മണിക്ക് ആ സമയത്ത് സ്കാൻ ചെയ്തതാണ്. ഹെല്ലാസിലെ ചാനലുകൾ 8-9 മണിയാകുമ്പോൾ സ്കാൻ ചെയ്തതാണ്. അപ്പോൾ ഏകദേശം മാക്സിമം ചാനലുകൾ ട്യൂണായിട്ടുണ്ട്. ഒരു 4 മിക്കതും നമ്മളൊന്നും ചെയ്യേണ്ടതില്ല. നെറ്റ്വർക്ക് കണക്ടിവിറ്റി ചെയ്താൽ ഉടനെ തന്നെ വളരെ ഫാസ്റ്റായിട്ട് യൂറോപ്യൻ സാറ്റലൈറ്റായ ഹെല്ലാസിലെ സാറ്റലൈറ്റ് ചാനലുകൾ 4 വഴി ഓപ്പൺ ആവും എന്നുള്ളതാണ്. അപ്പോൾ ഹെല്ലാസ് ഞാൻ എന്തുകൊണ്ട് ഇവിടെ കാണിച്ചു എന്നാണ് പറഞ്ഞത്. യൂറോപ്പിലെ പ്രധാനപ്പെട്ട ഒരു സാറ്റലൈറ്റാണ് ഹെല്ലാസ്. അപ്പോൾ ആ ഹെല്ലാസിൽ കൊണ്ടുവച്ചാൽ മാത്രമേ, അല്ലെങ്കിൽ ഹോട്ട് ബേർഡിൽ കൊണ്ടുവച്ചാൽ മാത്രമേ നമുക്കതിൻ്റെ ഫങ്ഷൻ പറയാൻ പറ്റൂ. അതിനുവേണ്ടി മാത്രമാണ് ഇത്തരം റിസീവറുകൾ ഇറക്കുന്നത്. നമ്മുടെ ഇന്ത്യൻ കണ്ടീഷനിലും ഇത് ഉപയോഗിക്കാം. വളരെ നല്ല ഒരു ബോക്സാണ്. നമ്മൾ സാധാരണ TV കാണാൻ ഉപയോഗിക്കാം. യൂറോപ്യൻ മാത്രം കാണാനല്ല പറയുന്നത്. 4 ഇവിടുത്തെ കുറച്ച് ഓപ്പൺ ആവും. അപ്പം 4 സെർവറിൻ്റെ പ്രത്യേകതകൾ എന്തായാലും യൂറോപ്യൻ കണ്ടൻ്റാണ്, നേരത്തെ ഒരുപാട് തവണ പറഞ്ഞതാണല്ലോ. അപ്പോൾ ഈ ബോക്സിൻ്റെ ബാക്കി വേറെ പറയാനെന്ന് വെച്ചാൽ അലിയുടെ 35-ൽപ്പെട്ട ഒരുപാട് ബോക്സുകൾ ഇറങ്ങിയിട്ടുണ്ട് ലോ കോസ്റ്റിന്. അപ്പോൾ അത് ഉപയോഗിച്ചവർക്ക് അറിയാം തീർച്ചയായിട്ടും ഇതിൻ്റെ പ്രത്യേകത. എടുത്തു പറയത്തക്ക പ്രത്യേകത ഒന്ന്, പിക്ചർ ക്വാളിറ്റി കുഴപ്പമില്ല, നല്ല പിക്ചർ ക്വാളിറ്റി തന്നെയാണ്. സെൻസിറ്റിവിറ്റിയുടെ കാര്യം ഏകദേശം നമ്മൾ ഹലോ ബോക്സായിട്ട് കമ്പയർ ചെയ്യുമ്പം നമുക്കറിയാമല്ലോ. അലി ചിപ്സെറ്റ് ചിലവർ പറയും അലി ചിപ്പിൽ കൂടുതൽ, ചിലത് പുതിയ അലി ചിപ്പിൽ സെൻസിറ്റിവിറ്റി കൂടുതലാണ്. അങ്ങനെയൊന്നുമില്ല. എല്ലാ GX ആയാലും അലി ആയാലും ഹൈസിലിക്കൺ ആയാലും ഒക്കെ അതിൻ്റേതായ ഒരു ഇത് മാത്രമേ കാണിക്കുള്ളൂ. ഒരുവിധം വർക്ക് ചെയ്യുന്ന എല്ലാ സാറ്റലൈറ്റും ചാനലുകൾ ട്യൂൺ ചെയ്താൽ ഒരേ ചാനലുകളായിരിക്കും വരിക. ഏതായാലും ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി പറയുന്നു.